ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നിങ്ങളൊരു ചെറുകിട ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ GST വരുന്ന ഈ കോമൺ മിസ്റ്റേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് പലപ്പോഴായിട്ട് പലരും ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം ഇത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ വരാവുന്നതാണ്. കാരണം GSTയിലെ കാൽക്കുലേഷനോ അല്ലെങ്കിൽ GST റിപ്പോർട്ട് എടുക്കുന്ന ടൈമിലൊക്കെ പേഴ്സണൽ അക്കൗണ്ടിൽ വേറെ ഒരുപാട് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടാവും. നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും GSTക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് തന്നെ കീപ്പ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ GSTയുടെ ഓഫീസസും കാര്യങ്ങളൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഭാവിയിൽ നല്ലൊരു പ്രശ്നമായിട്ട് ബാധിക്കാൻ വേണ്ടി സേവിങ്സ് അക്കൗണ്ട് ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി സെപ്പറേറ്റ് കറണ്ട് അക്കൗണ്ട് തന്നെ നമ്മൾ ഓപ്പൺ ആക്കുക. നമ്മൾ GST ബില്ല് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആ ബില്ലിലൊക്കെ നമ്മളെ GST നമ്പറും ഡീറ്റെയിൽസും അതുപോലെ HSN കോഡൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇതൊന്നും പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ ഫൈൻ വരാവുന്നതാണ്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ശരിയാക്കണം എന്നോ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.